ഹായ്, ഒരു പുസ്തകം വായിച്ചു. പുസ്തകത്തിൻ്റെ പേര് ആരും കാണാത്ത യുദ്ധങ്ങൾ. പുസ്തകം എഴുതിയിട്ടുള്ളത് ജോസഫ് അന്നക്കുട്ടി ജോസ്. പുസ്തകത്തിൻ്റെ ഓഥറെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല. അത്യാവശ്യമൊക്കെ വായിക്കുന്ന, സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പരിചിതനാണ് ജോസഫ് അന്നക്കുട്ടി ജോസ്. അദ്ദേഹത്തിൻ്റെ തന്നെ ദൈവത്തിൻ്റെ ചരമാർ എന്ന പുസ്തകമൊക്കെ ഒരുപാട് വായിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 192 പേജുകളോളമുള്ള 250 രൂപ മുഖവിലയുള്ള മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകം വാങ്ങിയിട്ടുള്ളത് പ്രീ ബുക്ക് ചെയ്തിട്ടാണ്, ഓഥറുടെ സൈനോട് കൂടിയിട്ടാണ്. ജോസഫ് അന്നക്കുട്ടി ജോസിൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഞാൻ കഴിവതും അത് അദ്ദേഹത്തിൻ്റെ സൈനോട് കൂടി വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ദൈവത്തിൻ്റെ ചരമ, സ്നേഹം, കാമം, ഭ്രാന്ത്, വറീഡ് തോട്ട്സ്, ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സൈനും ഉണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഓഥർ കൂടിയാണ് ജോസഫ് അന്നക്കുട്ടി ജോസ്. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ ചരന്മാർ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും. അതിലെ ഒരു എഴുത്ത് രീതി തന്നെയാണ് ഈ ഒരു പുസ്തകത്തിലും ഫോളോ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങളും കുറച്ച് നല്ല മനുഷ്യരും ഒക്കെയാണ് ഈ ഒരു പുസ്തകത്തിനും ഉള്ളടക്കമായി വന്നിട്ടുള്ളത്. പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ചേട്ടനെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തട്ടിത്തലോടിപ്പോയ കുറച്ച് മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യരുടെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം. അതല്ലെങ്കിൽ ആ മനുഷ്യർക്കൊക്കെയുള്ള ഒരു സമ്മാനമാണ്. ജോപ്പൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നടന്നിട്ടുണ്ടല്ലോ, ഇതിൽ പറഞ്ഞിട്ടുള്ള മനുഷ്യരൊക്കെ നമ്മുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോഴും തോന്നി, അടയാളപ്പെടുത്തി പോയ ഒരുപാട് മനുഷ്യർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചിരി സമ്മാനിച്ച മനുഷ്യരുണ്ട്, ചിന്തിപ്പിച്ച മനുഷ്യരുണ്ട്, ചെറിയ കണ്ണുനീര് തന്നുപോയ മനുഷ്യരുണ്ട്, ഓർമ്മകളായ മനുഷ്യരുണ്ട്, വീണ്ടും ഒന്നുകൂടി ഓർമ്മിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്, അതല്ലെങ്കിൽ എവിടെയോ മറവിയുടെ ഒരു മടിത്തട്ടിൽ മയങ്ങിപ്പോയ മനുഷ്യരുണ്ട്. അത്തരം മനുഷ്യരെയൊക്കെ ഒന്ന് ഓർക്കാൻ, അതല്ലെങ്കിൽ അത്തരം മനുഷ്യരൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നല്ലോ എന്ന് ഒന്നുകൂടി ചിന്തിക്കാൻ ഈ ഒരു പുസ്തകം കാരണമായിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഭാഷയിലാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. അത്യാവശ്യം വായനയൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഒറ്റ ഇരിപ്പിന് വായിച്ചു പോകാവുന്ന തരത്തിലാണ് പുസ്തകത്തിൻ്റെ എഴുത്ത് രീതി. നേരത്തെ പറഞ്ഞ പോലെ മറവിയുടെ മടിത്തട്ടിൽ വിളിയെത്താത്തത് കൊണ്ട് ഉറങ്ങിപ്പോയ ചില മനുഷ്യരെ വിളിച്ചുണർത്താൻ ചിലപ്പോൾ ഈ ഒരു പുസ്തകം കാരണമാകും. അമ്മയെ കുറച്ചുകൂടി മനോഹരമായിട്ട് സ്നേഹിക്കാൻ, പരിഗണിക്കാൻ, അച്ഛനെ കുറച്ചുകൂടി നന്നായിട്ട് കേൾക്കാൻ, പ്രണയത്തെ കുറച്ചുകൂടി മനോഹരമായിട്ട് സ്വീകരിക്കാൻ ഈ ഒരു പുസ്തകം കാരണമായേക്കാം. അതല്ലെങ്കിൽ ഈ ഒരു പുസ്തകം അങ്ങനെ കൂടി ചെയ്യാം എന്ന് നമ്മളെ ചിന്തിപ്പിച്ചേക്കാം. മനോഹരമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇനിയും ജോപ്പനിൽ നിന്ന് നല്ല പുസ്തകങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് വായിക്കാൻ, അതല്ലെങ്കിൽ ജോപ്പനൊരു പുസ്തകം എഴുതുന്നുണ്ട്, അതിൻ്റെ റിലീസായി എന്നറിയുമ്പോൾ ഒരു സുഹൃത്തിനെ പോലെ, ഒരു അനിയനെ പോലെ സന്തോഷിക്കാൻ എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവും.